അത് ബൈക്കോന്ന് ചോദിച്ചില്ല. അത് നേരിടാൻ കഴിയാതായപ്പോ കാസർകോട്ടെ യോഗത്തില് കാസർകോട് കാതിനെ കൊണ്ട് പറയിക്കാൻ നോക്കി. പ്രായമുള്ള മൂല്യമാർക്കൊണ്ടൊന്നും പറയിക്കല ഇവര് പരിപാടി പറയിക്കാൻ നോക്കി. അങ്ങനെ ചന്ദ്രികയിൽ ഒരു ചന്ദ്രികയിൽ 29-ാം തീയതി ചന്ദ്രിക 30-ാം തീയതി ചന്ദ്രികയും കാസർകോട് രണ്ടും ഡേറ്റ് എടുത്ത് സമയമല്ല ഞാൻ ഓരോന്നോർത്ത് കാണിക്കുന്നതൊക്കെ CD കരുത്. അപ്പൊ എന്താ പറഞ്ഞ ആദ്യം പറഞ്ഞ ഈ ചന്ദ്രികയിൽ വേലൂരുള്ള മുടിക്ക് സനദില്ല. അപ്പൊ പിറ്റേന്ന് രാവിലെ അവർക്ക് ഫോണായി. അപ്പൊ അതിന്റെ പിറ്റേന്നത്തെ ചന്ദ്രികയിൽ അതിൽ സനതുണ്ട്. പിറ്റേന്ന് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഉണ്ട് ഒന്നും ഇല്ലാന്നല്ലോ. അപ്പൊ അവിടെ കോട്ടക്ക പ്രസംഗിച്ച മൊയിലാർ കുടിക്കും. മൊയിലാർ അറിയോ? മൊയിലാർ പറഞ്ഞ് വേലൂര് 2 പൊടിയുണ്ട്. വേലൂര് ബാക്കിയാത്തിൽ ഒന്നുണ്ട്, ലത്തീഫിയൽ ഒന്നുണ്ട്. ലത്തീഫിയൽ സനതുണ്ട്, ബാക്കിയാത്തിലില്ല. നല്ല 2 കൂടി ഒപ്പിക്കാൻ കഴിയൂ. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാള് ഒരു മുജാഹിദിനെ പുതിയാപ്പിളയാക്കി, ഒരു സുന്നിനെ പുയ്യാപ്പിളയാക്കി. മുജാഹിദ് പുയ്യാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ മേലെ, സുന്നി പുയ്യാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ ചോടെ. ഒരു ദിവസം അതാ ബറാത്തിന് അവർ രണ്ടാളും ഒന്നായിട്ട്. അപ്പൊ ഇയാള് അല്ലാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടെ. 2 പുയ്യാപ്പിളക്കും കുഴപ്പം വേണ്ട. ഈ മാതിരി അയാൾ പറയുന്നത് കേട്ടോളി. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഉള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാഖവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആളെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തമില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാഖവിയാണല്ലോ, MFB ആണ്, ബാഖവിയാണ്. അവിടെ സുഹൃത്തുക്കളെ, ഇയാള് കാന്തപുരസ്ഥാനം പറഞ്ഞ ഞങ്ങൾ കേട്ടോ. അയാള് പറഞ്ഞ് MFB ആണ്, ബിരുദുണ്ട്, മറ്റേ സെക്രട്ടറിനെ പോലെ അല്ല. മനസ്സിലായില്ലേ? അത് നന്നായി പറഞ്ഞത്. പിന്നൊന്ന് കേൾക്കണം, ബിരുദുണ്ട് കേട്ടോ. ആദ്യം ജനറൽ സെക്രട്ടറി അല്ലേ? ബാക്കിയാത്തി പഠിച്ചിട്ടില്ലേ കാന്തപുരോ? അബൂബക്കർ മുസ്ലിയാര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടോ നിങ്ങൾ പഠിച്ചിട്ട് അവിടെ? നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചാള് അബൂബക്കർ മുസ്ലിയാരല്ലേ? എന്നാ മൊയ്ലിയാരെ പറഞ്ഞ കള്ളത്തരാട്ടോ നിങ്ങള്. ലത്തീഫിയയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമല്ല, ബാക്കിയാത്തിൽ വെച്ച് കൊടുക്കുന്ന വെള്ളം. ശരിക്കും ആലോചിച്ചോളൂ. കണ്ണാടി പറമ്പേ, കണ്ണാടി കൂട്ടിൽ നിന്ന് കല്ലെറിയണ്ട. ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ വെല്ലൂര് ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ലെന്നും ലത്തീഫിയയിലെ സനദുണ്ട്, ലത്തീഫിയയിലെ മുടിക്ക് സനദുണ്ട് എന്നും പറഞ്ഞില്ലേ? തെളിയിക്കാൻ കഴിയോ? ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ? ലത്തീഫിയയിലെ മുടിക്ക് സനദുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു. പറയൂ പറയൂ പറയൂ. സനദൊന്ന് വായിക്ക്, ഞാളൊന്ന് കേട്ടെ. ലത്തീഫിയയിലെ സനദൊന്ന് വായിക്ക്. ബാക്കിയാത്തിൽ സനദില്ല എന്നതിന് തെളിവും പറ. ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നും ബാക്കിയാത്തിൽ ദർസ് നടത്തുന്ന ഒരു മഹാപണ്ഡിതനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതേ ഞാനുമായി സംസാരിച്ച അതേ സംസാരം ഞാൻ പിടിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, നിങ്ങൾ ഈ വിവാദം ഒന്ന് കെട്ടടങ്ങണം, അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങൾ ഈ വിവാദം ഇഷ്ടപ്പെട്ടവരല്ല. പക്ഷേ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ സത്യം പറയണ്ടേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, മദ്രാസിൽ നിന്നാണ്, അതൊരു തങ്ങളെ വീട്ടിൽ വെച്ചാണ്. അതേ അവിടുത്തെ വേലൂർ ബാഖിയാത്ത് പള്ളിയുടെ പ്രസിഡന്റും ബാഖിയാത്തിന്റെ പ്രസിഡന്റും അവരൊക്കെ ഒന്ന് തന്നെ. അവര് മുഖേന തങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വേലൂര് ബാഖിയാത്തിൽ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ തങ്ങളെ ടെലിഫോൺ നമ്പർ അടക്കം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അത് മദ്രാസിലാണ് ഇപ്പോ അത് സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഇർഫാൻ ഹുസൈൻ എന്നാ പേര്. സയ്യിദ് ഇർഫാൻ ഹുസൈൻ. ഇർഫാൻ ഹുസൈൻ. അപ്പൊ അത് ലത്തീഫിയൽ സൂക്ഷിക്കുന്ന മുടി മറ്റൊന്നല്ലേ? റഷീദ് വേറൊന്നാണ്. അത് വേറെ മുടിയല്ലേ? അത് വേറെ മുടിയാണ്. അപ്പൊ ലത്തീഫിയെന്ന് കൊണ്ടുവരുന്നതല്ല ഇവിടെ വെള്ളം കൊടുക്കുന്നത്? അല്ല, ലത്തീഫ് കൊണ്ടുവരുന്നല്ല. ഇവിടെ വാസ്തവത്തില് മുടി ഒറ്റയും സൂക്ഷിച്ചിട്ടില്ല. ഇല്ല, ബാക്കിയാത്ത് അറബി കോളേജിൽ ഇല്ല. ബാക്കിയാത്ത് കമ്മിറ്റിയിലാണ് ചെയ്യാറുള്ളത്. കമ്മിറ്റിന്റെ കൈവശ. കമ്മിറ്റിയുടെ കൈവശമുള്ളതാണ് ഈ തങ്ങൾ. പള്ളി കമ്മിറ്റിയും ബാക്കിയാത്തിന്റെ കമ്മിറ്റി 2 കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിന്റെ കയ്യിലുള്ളത്? അതെ, പള്ളി കമ്മിറ്റി പ്രസിഡന്റും ബാക്കിയാത്ത് കോളേജിന്റെ പ്രസിഡന്റ് ഒന്നാണ്. പ്രസിഡന്റുമാരൊന്നാണ്. അപ്പൊ അവരുടെ നിയന്ത്രണത്താണ് ഈ കാര്യം വരിക. പ്രസിഡന്റിന്റെ പള്ളി കമ്മിറ്റിയിലെ
പള്ളി കമ്മിറ്റിന്റെ നിയന്ത്രണത്തിലാണ് ഈ മുടിയുള്ളത് കാണിക്കാറുള്ളത്. അതെ. ഈ തങ്ങളെ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതെ. ഈ ഇർഫാൻ ഹുസൈൻ എന്ന് പറഞ്ഞ ഓരോ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നത്. മറ്റത് ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. അവിടുത്തെ അതും ഒരു തങ്ങളാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ളത്. ഓ ഓ അദ്ദേഹത്തിന്റെ ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ. ഓ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചു. വാക്യാത്ത് രണ്ടും ഒന്നാണെന്ന് വെച്ചപ്പോൾ അല്ല വാക്യാത്ത് ലത്തീഫിന്റെ ആണ് അത് വേറെയാണെന്നാ മൂപ്പർ അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ലത്തീഫിയിലെ വേറെയാണ്, വാക്യാത്തിൽ വേറെയാണ്. വാക്യാത്തിൽ കൊടുക്കുന്നത് വേറെയാണ്. അതെ. അല്ല ഇവിടെ ഒരാൾ പ്രസംഗിച്ചു ലത്തീഫി എന്ന് മുടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കാറ്. ബാക്കിയാത്തിൽ മുടി ഉണ്ട്, പക്ഷെ അതിന് സെനതില്ലാത്തത് കൊണ്ട് പുറത്തെടുക്കലില്ല. അതെല്ലാം വിവരക്കുറവാണ് എന്റെ അഭിപ്രായത്തിൽ. ഇനി ഞാൻ പറയട്ടെ, ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ബാക്കിയാത്തിൽ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ നുണയാണ്. ഫൈസി, നിങ്ങളാണ് SKSSFന്റെ സ്ഥാപക പ്രസിഡന്റ്. പിന്നെ അതിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? അള്ളാഹു നിങ്ങളെ സെറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. നിങ്ങൾ കാന്തപുര ഉസ്താദിനെ ഇൻസൾട്ട് ആക്കിയതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനൊക്കെ അക്കമിട്ട് മറുപടി പറയാൻ കാന്തപുരം ഉസ്താദിന് 10,000 ശിഷ്യന്മാരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് എത്ര ശിഷ്യന്മാരുണ്ട് ഞങ്ങൾക്കൊന്നറിയണം. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെപ്പോലെ തരം താഴ്ന്ന ഭാഷയിൽ അങ്ങോട്ട് പറയുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളെ വന്യ ഗുരു ഉസ്താദ് അവറുകൾ അതിന് ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടില്ല. ഞങ്ങളെ സംസ്കാരത്തോടെയാ വളർത്തിയത്.